എന്ത് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലൊടിയത്തില്ല, ഒന്നും സംഭവിക്കില്ല. ഇതെന്തെങ്കിലും ഒരു പ്രത്യേക ശക്തിയോ എന്തെങ്കിലും ഓറയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഗ്യമാണോ പ്രപഞ്ചശക്തിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി പ്രപഞ്ചശക്തിയാണ്. ഈ പ്രാർത്ഥനകൾ അത്രയ്ക്ക് കവചം ചെയ്യും. ഈ നോ ബ്രോക്കൺ ബോൺ തിയറിയിൽ മെയിൻലി സംഭവിക്കുന്നത് ഒന്ന് മുൻജന്മത്തിലെ കർമ്മമാണ്. രണ്ട്, നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളോ നമ്മൾ ഉപാസിക്കുന്ന ദേവതയോ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് എനിക്കിപ്പോൾ വേണം, എനിക്ക് ആ മഹാബലി പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് മഹാദേവന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകണം. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കേണ്ടത്, ഇന്ന് മുതൽ രാഹുൽ 10 ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ഓം നമഃ ശിവായ ജപിക്കും. പ്രതിപേട്ട, ഈ നോൺ ബ്രോക്കൺ ബോൺ തിയറി നമ്മുടെ നാട്ടില് ചില ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പല ആളുകൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവർ എന്ത് അപകടത്തിൽ പെട്ടു കഴിഞ്ഞാലും എന്ത് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലൊടിയത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഇതെന്തെങ്കിലും ഒരു പ്രത്യേക ശക്തിയോ എന്തെങ്കിലും ഓറയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ? രാഹുലെ, ഈ നോ ബ്രോക്കൺ ബോൺ തിയറി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സയന്റിഫിക് തിയറിയാണ്. അപ്പോൾ അതിൽ 3 എലമെന്റ്സാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഗ്യമാണോ പ്രപഞ്ചശക്തിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി പ്രപഞ്ചശക്തിയാണ്. അല്ല, ഒന്ന് കർമ്മമാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വരീയ ശക്തികൾ, പ്രപഞ്ചശക്തികൾ. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണാത്ത പല രൂപങ്ങൾ. അപ്പോൾ അത് ഈ ശക്തിയുടെ വേറൊരു വിശേഷണമാണ്. അതായത് ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ ഈ ജന്മത്തെ നമുക്ക് നല്ലത്. മുൻ ജന്മങ്ങളിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ പല രീതിയിൽ പല വേദനകളായി മാറും. ആ വേദനകളായി മാറുന്നതിൻ്റെ ഒരു സെഗ്മെൻറ്റേഷൻ അസുഖങ്ങളായിരിക്കും. ചിലത് വളരെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിക്കുക. ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അത്ഭുത ശക്തികളുണ്ടാവും. അതെ, ചിലപ്പോൾ നമ്മൾ വലിയ വണ്ടി ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് നമ്മൾ തോന്നും വണ്ടിയുടെ അവസ്ഥ, അയാളുടെ അവസ്ഥ നോക്കി കഴിഞ്ഞാല് ആള് ഡെഡായെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അയാള് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതെ, ഇന്നലെ ഇന്നിപ്പോൾ ഈ ഷൂട്ട് എടുക്കുന്നു. ഇന്നലെ രാത്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അതായത് ഉപാസനയിലും എല്ലാ രീതിയിലും വളരെ ടോപ്പ് നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ എന്നെ കോൾ ചെയ്തു. പുള്ളി കൊണ്ട് കാറ് പാർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ് ഈ നമ്മുടെ ഈ ബോളിവുഡ് സിനിമയെ കാണുന്നത് പോലെ വന്ന് ഇടിച്ച് ഇത് ഡിവൈഡറിൽ കയറി ബാക്കിൽ കാറിലിടിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് ഈ പ്രപഞ്ചശക്തികൾ അദ്ദേഹത്തിനെ കാക്കുന്നു. ശരിക്കും അദ്ദേഹം മുൻ ജന്മങ്ങളിൽ ചെയ്ത നല്ല കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തി. അപ്പം നമ്മൾ പോലും അറിയാതെ രാഹുലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ശക്തികളുണ്ട്. അതിൽ ഒരു ശക്തി നമ്മുടെ അച്ഛനമ്മയാണ്. അച്ഛനമ്മയുടെയും പ്രാർത്ഥന. നമ്മൾ മനുഷ്യനായിട്ട് ഇവിടെ ജന്മം എടുക്കുന്ന സമയത്ത് ഒരു അമ്മയെ അച്ഛനെ സെലക്ട് ചെയ്യുന്ന ഒരു ആത്മാവാണല്ലോ, അല്ലേ? ആ ആത്മാവ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഈ അമ്മയും അച്ഛൻ്റെയും സംരക്ഷണം, ഈ സോള് നല്ല സോളാണെങ്കിൽ പൂർണ്ണമായിട്ട് സംരക്ഷണമാണ്. ഈ പ്രാർത്ഥനകൾ അത്രയ്ക്ക് കവചം ചെയ്യുമോ? സാധാരണ പ്രാർത്ഥനകളല്ല, അടുത്ത ലെവലിലേക്ക് പോകുന്നത് അത്രയും കവചം ചെയ്യും. ആ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തൊരാൾ നല്ലൊരു ആത്മാവാണെന്ന് വെച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഹുൽ അല്ലെങ്കിൽ ഞാൻ, എനിക്ക് ഏതൊരു പ്രാർത്ഥനയും അറിയില്ല, ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്, എനിക്ക് ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്, പ്രപഞ്ചശക്തിയെ വിശ്വാസമാണ്, ഞാൻ ആരെയും മോശം ചെയ്യുന്നില്ല. കോർ പോയിന്റ്, ഞാൻ ആരെയും മോശം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആർക്കും വേദന കൊടുക്കുന്നില്ല. മോശം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ആൾക്കാരുടെ ജീവിതത്തിനകത്തും പല സെഗ്മെന്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി അവർ ചെയ്തു പോകും. വേറൊരാൾക്ക് മോശം, നമുക്ക് നല്ലതായിരിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു ആത്മാവിനെ വേദനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു നിയോഗത്തിലെത്താൻ പറ്റും. അപ്പം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ശക്തി എനിക്കുണ്ടാവും. അത് ഏതൊരാൾക്കും വരുന്നതാണ്. അപ്പോൾ ഈ നോ ബ്രോക്കൺ ബോൺ തിയറിയിൽ മെയിൻലി സംഭവിക്കുന്നത് ഒന്ന് മുൻജന്മത്തിലെ കർമ്മമാണ്. രണ്ട്, നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളോ നമ്മൾ ഉപാസിക്കുന്ന ദേവതയോ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. ഉപാസനാമൂർത്തിയുടെ ശക്തി, ഉപാസനമൂർത്തി 100% നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. 100% 101% പ്രൊട്ടക്ട് ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുന്നവരോ കേട്ടുകൊണ്ടിരിക്കുന്നവരോ ചെയ്യുന്നവർക്കും അറിയാൻ പറ്റും. നമ്മുടെ മൊബൈൽ എടുത്താൽ ആദ്യം നമുക്ക് കിട്ടുന്ന പ്രൈമറി കോൺടാക്ട് ലിസ്റ്റ് നമ്മളൊരു 10 പേര് നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, അല്ലേ? നമ്മളെപ്പോഴും വിളിക്കുന്നവർ 10 കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സോ നമുക്ക് കുറച്ചുകൂടെ വേണ്ടപ്പെട്ടവരായിരിക്കും. ഒരു 50 പേര് എടുത്തു നോക്കിയേ, 50 പേർക്ക് എത്ര പേർക്ക് ആക്സിഡന്റ് വന്നിട്ടുണ്ടെന്ന്, ഈ ആക്സിഡന്റ് വന്നിട്ടുള്ളതിൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുക.
രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറോട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ മനസ്സിലാവും അദ്ദേഹം എന്താണെന്നുള്ളത്. ആരും പറയാനും അറിയാൻ പറ്റും. അപ്പോൾ നോൺ ബ്രോക്കൺ തിയറിക്ക് അത്രയും ഒരു സയന്റിഫിക് സംഭവമുണ്ട്. മുൻജന്മങ്ങളുടെ കേസ് അവിടെ നിന്നോട്ടെ, അവിടെ പറയാം നമുക്കറിയില്ലല്ലോ പഴയ ജന്മത്തിലുണ്ടോ, അത് കഥയാണോ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ നമ്മളെ പ്രപഞ്ച ശക്തികൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഈവൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു കാറ് കാലിൽ കയറി ഇറങ്ങിയ ഒരാളാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ബാംഗ്ലൂർ വെച്ച് വന്ന കാറ് കാലിൽ കയറി ഇറങ്ങി. പക്ഷെ ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡീറ്റെയിൽ പുള്ളിക്കാരി എന്നോട് വളരെ കാഷ്വലി പറഞ്ഞു ഇന്റർവ്യൂ സമയത്ത്. കാഷ്വലി പറഞ്ഞെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മൈക്രോ ഡിഗ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്. ഒരു സമയത്ത് ജപങ്ങളും കാര്യങ്ങളും അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു, ഭദ്രാളി അമ്മയത് ജപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴതില്ല. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പോൾ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത്, പ്രപഞ്ചം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ രാഹുലിന് ഒരു വേദന തന്നിട്ടാണ് ഇതിലേക്ക് വരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. ഇതില് ആത്മാക്കളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ? നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആരാ രാഹുലെ? ഒരു നമ്മുടെ ചിന്തകളല്ലേ? നമ്മളെ ചിന്തകളെ എത്തിക്കുന്നത് ആരാ? നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ചേർത്ത് വെച്ചേക്കുള്ള ചിന്തകൾ. അത് നമ്മൾ നിരന്തരം കാണുന്ന ചിന്തകളെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചേക്കുന്നു, അത് പറയാം. പക്ഷെ ഒരു അപ്രതീക്ഷിതമായിട്ട് നാളെ എനിക്ക് ഒരാളിനെ കാണണോ, ഇത് സബ് കോൺഷ്യസ് മൈൻഡിലൊരു ചിന്തയാണോ? ഒരു പുതിയൊരു നീഡാണ്, പുതിയൊരു റിക്വയർമെന്റ് ആണ്. അപ്പൊ നമ്മളെ എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന പരലോകമാണ് അല്ലേ? പരലോകത്തിനുള്ള ഹയർ സോൾസ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഇവിടെ വിടുന്നതും. ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിലാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമ്മൾ വലിയൊരു എന്താ പറയുക, പൂർവികന്മാരുടെ ട്രീയിലുള്ളവരാണ്. അതായത് പൂർവികന്മാർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരാൾ മരണത്തോടടുക്കുന്ന സമയങ്ങളിൽ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരുണ്ട്. ഈ അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റിൽ അതുണ്ടാവില്ല, അതൊരു സമയം കഴിഞ്ഞാലേ അവർ വിളിച്ചുകൊണ്ട് പോവുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ പൂർവികന്മാരാണ്. അപ്പം നമ്മൾക്ക് വലിയൊരു ട്രീയുടെ ഭാഗമാണ്, നമുക്ക് വലിയൊരു പൂർവിക പരമ്പരയുണ്ട്. ഈ പൂർവികന്മാരിൽ നല്ല സോൾസ് ഉണ്ട്. രാഹുൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്ത് നല്ല സോളുണ്ട്. ഈ സോളിൻ്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളൊരാളെ സ്ഥിരമായിട്ട് എന്താ പറയുക, ഒരു മരിച്ചുപോയ വളരെ വേണ്ടപ്പെട്ട ഒരാളെ സ്ഥിരമായിട്ട് നമ്മൾ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺവെർസേഷൻ നടത്താൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഇതുണ്ടാവില്ല. നല്ല സോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ തേടി വരും. നല്ല സോളാണ്, ലോവർ സോൾ ആണെങ്കിൽ ഒരിക്കലും തേടി വരാൻ പറ്റില്ല. പല രീതിയിലുള്ള വിപരീത ഈ ഹയർ പൊസിഷനിൽ പോയ സോളുകൾക്ക് മാത്രമേ നമ്മളെ തേടി വരാൻ കഴിയൂ. അതെ, അത് എല്ലാവർക്കും വരാൻ പറ്റില്ല. ഓരോ സോളിനും ഈ മരണശേഷം 2, 3, 1, 2, 3 തലങ്ങളിൽ പോയവർ ലോവർ സോളാണ്. അവർ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളായിട്ട് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി തന്നെ വരുന്ന ഹയർ ലെവലുള്ള സോൾസ് പല രീതിയിലുള്ള സംരക്ഷണ കവചമായിട്ടാണ് ഇവരെടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എന്തിന് നമ്മളുടെ അടുത്തേക്ക് വരണം? സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ സ്ഥിരമായിട്ടൊരു മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എത്തുന്ന സമയത്ത് അവിടെയാണല്ലോ പലരും ഈ ദുഷ്ടശക്തികളെയും നല്ല ആത്മാക്കളെയും വിളിച്ചു വരുത്തി പലതും ചെയ്യിപ്പിക്കുന്നത്. രാഹുൽ, ഈ പല ആത്മാക്കളെയും വിളിച്ചു വരുത്തി ചെയ്യുന്നവരത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും മെറ്റീരിയൽ ബെനിഫിറ്റ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ വലിയ അടിയായിട്ട് മാറും. ഒന്നുകിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ചുറ്റുമുള്ള വളരെ പെട്ടെന്ന് സാമ്പത്തിക ഭദ്രത കൈവന്ന് എല്ലാ ലക്ഷറിയസ് ലൈഫായിട്ട് ജീവിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ മതി. ആരെങ്കിലും വഴി എന്തെങ്കിലും സംഭവം ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു സീറോ ആയി പോകും. അപ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ലൈഫ് പർപ്പസ് ആയിട്ട് വന്നിരുന്ന പ്രൊട്ടക്ഷനുകളാണ്. നമുക്ക് അല്ലാതെ ഒരാൾക്ക് എനിക്ക് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒന്നും എനിക്കില്ല, എനിക്കിപ്പോഴും ഇങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമോ? ഒരുപാട് തലങ്ങളുണ്ട്. അതിനകത്ത് പല ആൾക്കാരും നാരായണ കവചം വായിക്കുന്നവരുണ്ടാവും. പിന്നെ നമ്മൾ ഈ രാമായണത്തിലെ ഏറ്റവും വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് പൂർണ്ണാശ്രമത്തിൽ നിന്ന് സീതയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രാവണൻ മരീചനെ വിടുന്നു അല്ലേ? ശ്രീരാമൻ്റെ സൗണ്ടിൽ മാരീചൻ വിളിക്കുകയും സീതാദേവി ശ്രീരാമനാണെന്ന് തെറ്റിദ്ധരിക്കുകയും ലക്ഷ്മണനോട് പോയി നോക്കാൻ പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു? ലക്ഷ്മണരേഖ വരയ്ക്കുന്നു അല്ലേ? ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞാൽ സോ പവർഫുള്ളാണ്, ഒരാൾക്കകത്ത് കയറാൻ പറ്റില്ല. ആ ലക്ഷ്മണരേഖ താണ്ടി ഒരാളകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഉപാസകൻ്റെ അടുത്ത് ഒരു ദുഷ്ടശക്തി എങ്ങനെ വരും? അത് തിരിച്ചു പോകില്ല. അതുപോലെയാണ്, കയറാൻ പറ്റില്ല. ലക്ഷ്മണരേഖക്കാലും ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ എന്താ പറയുക, സാക്ഷാൽ പ്രപഞ്ചനാഥനായ മഹാദേവൻ. ഈ മഹാദേവൻ്റെ ഒരു ശിവോകം എന്ന് പറയുന്ന പ്രൊട്ടക്ഷനുണ്ട്. അത് പല ഗുരുക്കന്മാരും ശിവോകം പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് നടക്കുന്നത് പലരും. പക്ഷേ
പലരും പുറത്ത് പറഞ്ഞു കൊടുക്കണമെന്നില്ല. നല്ല ഗുരുക്കന്മാർ, ഞാൻ നല്ലതെന്ന് ഉദ്ദേശിച്ചത് എല്ലാ ദീക്ഷാപരമായി ആ കാര്യങ്ങൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് അടുത്ത തലങ്ങളിലേക്ക് പോകുന്ന ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർ പ്രൊട്ടക്റ്റഡ് ആയി. ഇതൊന്നും പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിയോഗമുള്ളവർക്ക് മാത്രമേ അതിനുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കൂ. ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം, ഇന്റർവ്യൂസ് കഴിഞ്ഞതിന് ശേഷം 100-300 കോൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെ കോളും എടുക്കാൻ പറ്റില്ല രാഹുലെ. അതിനകത്തൊരു ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് എനിക്കിപ്പോൾ വേണം, എനിക്ക് ആ മഹാഗുരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് മഹാദേവന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ഇതിലൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം പ്രൊട്ടക്ഷൻ, അതെ, അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കേണ്ടത്, ഇന്ന് മുതൽ രാഹുൽ 10 ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ഓം നമഃ ശിവായ ജപിക്കൂ. ജപിക്കുമ്പോൾ ഒരു എനർജി കിട്ടും. ഇതൊരു എനർജി അലൈൻമെൻ്റ് ആണ്. അതിനുശേഷം ഓം ശിവോഹോ എന്ന് ജപിക്കൂ. അപ്പോൾ ഒരു ദിവസം 108 പ്രാവശ്യം ഓം നമഃ ശിവായും 108 പ്രാവശ്യം ഓം ശിവോഹോ. അപ്പോൾ 108 × 2 216 പ്രാവശ്യം വരും ഇൻറ്റു 7 days. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു എനർജി ലൈനപ്പിലേക്ക് വരും. ഈ എനർജി ലൈനപ്പ് ബോഡിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ ഭയങ്കരമാണ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെന്താണെന്ന് മനസ്സിലാക്കുക, ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ ബോഡി എനർജി എന്താണെന്ന് മനസ്സിലാക്കുക, നമുക്ക് നെഗറ്റീവ് ഉണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ചെയ്യൂ. ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് മനസ്സിലാവും. ഇത് ഫ്രീക്വൻസികളാണോ നമ്മളെ സെറ്റ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ്. അതായത് ഈ മന്ത്രതരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശ തരംഗങ്ങളെക്കാളും വേഗത കൂടുതലല്ലേ ഈ പറയുന്ന ശബ്ദതരംഗങ്ങൾ. അതായത് മന്ത്രതരംഗങ്ങൾ ഭയങ്കര ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസി ഒരേ ലൈനപ്പിൽ പ്രോപ്പറായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലും ഒരു വേറൊരു എനർജി ക്രിയേറ്റ് ചെയ്യും. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും മന്ത്രങ്ങളാണോ, അതോ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് കൂട്ട് എന്തെങ്കിലും ചക്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ? അല്ല, ഇപ്പോൾ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് റേക്കി, അല്ലേ? റേക്കിയിൽ പലരും എന്താണ് സിമ്പിൾസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. റേക്കി ഒരു പോർഷനാണ്. ഈ മഹാദേവന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ടും കാത്തുകൊള്ളുന്ന മഹാദേവനാണ്. മഹാദേവന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ഏതൊരാൾക്കാർക്കും ഉപയോഗിക്കും മന്ത്രങ്ങളല്ല, മന്ത്രസാധന കൊണ്ട് കുറച്ച് ദിവസം എനർജി ലൈനപ്പിലേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മളൊരു ടെക്നിക്ക് അവർക്ക് കൊടുക്കും. പക്ഷെ അത് ഗുരുദീക്ഷാ പ്രകാരം എനിക്ക് ഓപ്പൺ സ്റ്റേജിലേക്ക് അത് റിവീൽ ചെയ്യാൻ റൈറ്റ്സ് ഇല്ല. അത് ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം എത്തേണ്ടതാണ്. അത് ഭയങ്കര സിംബോളിക്കാണ്. ആ സിംബോളിക് വെർഷൻ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ എന്നെ ഒരു 2-3 ദിവസം മുമ്പ് ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് അമ്മയുടേതായിട്ടുള്ള കുറേ പരാതികളും വിഷമങ്ങളും സ്വാഭാവികം എല്ലാം പറഞ്ഞു. അതെല്ലാം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ എനിക്കറിയേണ്ടത് അമ്മയ്ക്ക് സാമ്പത്തികത്തിനേക്കാളും അപ്പുറം ഇവിടെ ഒരു ദക്ഷിണ എന്നൊരു സംഭവമുണ്ട്. ദക്ഷിണ നോർമലി മേടിക്കുന്ന ദക്ഷിണേക്കാളും അപ്പുറം അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ? ഞാൻ അമ്മയെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അമ്മ ചെയ്ത് 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ബോഡിയൊക്കെ ഭയങ്കര വൈബ്രേറ്റ് ആവുന്നു, എനിക്കിവിടെ ഫ്രിക്ഷൻ വരുന്നു. അതൊരു എനർജി എൻലൈറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഫ്രിക്ഷൻ വരാൻ എത്രയോ ദിവസം ആൾക്കാർ സാധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മഹാദേവന്റെ ഒരു സംരക്ഷണ കവചം അവരുടെ കൂടെ ഉണ്ട്. നമ്മൾ പുറത്തു പോകുന്ന സമയങ്ങളിൽ നമ്മളൊരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത്, നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ദൃഷ്ടിദോഷം വരാം, അല്ലേ? ദൃഷ്ടിദോഷം വരാൻ എളുപ്പമാണ്, വരാതിരിക്കാൻ പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ 100% നമുക്കൊരു എന്താ പറയുക, ഈ മന്ത്രങ്ങളുടെ ഒരു ഫ്രീക്വൻസി കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ലക്ഷ്മണ രേഖ. ഈ ലക്ഷ്മണ രേഖയാണെങ്കിൽ പോലും ഇത് നമ്മൾ കൈകൾ കൊണ്ട്, സിമ്പിൾസ് കൊണ്ട് അങ്ങനെ ഒരു ചക്ര അല്ലെങ്കിൽ ഒരു രേഖ നമുക്ക് ചുറ്റും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ലക്ഷ്മണ രേഖ അതും ശരിക്കും എന്താ പറയുക, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ലക്ഷ്മണ രേഖ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രീരാമനെ ഉപാസിക്കുന്നു. ശ്രീരാമനെ ഉപാസിച്ചിട്ട് നമ്മൾ 1-2 മന്ത്രങ്ങൾ സ്വായത്തമാക്കി വേറെ 1-2 മൂർത്തികളും കൂടെ ഉണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളോടൊരു സിമ്പിൾ ഇടും. ആ സിമ്പിൾ താണ്ടി ഒരാൾ വരില്ല എന്നുള്ളതാണ്. ആ സിമ്പിൾ ഇടുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിൽ ജപിക്കുന്ന കുറച്ച് മന്ത്രങ്ങളുണ്ട്. അത് ജപിച്ചിട്ട് പോവുകയാണെങ്കിൽ 100% പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഏറ്റവും വലിയ എന്താ പറയുക മഹാകാവ്യങ്ങളിലൊന്നാണ് രാമായണം. അതിനകത്ത് ഏറ്റവും വളരെ സുപ്രധാനമായൊരു ഭാഗമാണ് ഈ പൂർണ്ണാശ്രമത്തിൻ്റെ ഭാഗം, അല്ലേ? പിന്നെ ഇതിനേക്കാളും അപ്പുറം രാഹുലെ ആര് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹരിബറിയായിട്ട് നിൽക്കുന്നു, എനിക്ക് എമർജൻസി ആയിട്ട് വേറെ പല കാര്യങ്ങൾക്കും പോകാനുണ്ട്, എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല എങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമില്ല.
ഞാനത് വിലയിരുത്തുക. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഈ വിദ്യ പഠിച്ചത്. അതിനുവേണ്ടി ഞാൻ പ്രോപ്പറായിട്ടൊരു ദിവസത്തിൽ ഇത്ര സമയം മാറ്റി വയ്ക്കുകയും അതിന് എല്ലാ ദിവസവും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. പെട്ടെന്ന് നിന്ന് എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞ് വരുന്നവർക്കൊന്നും പറ്റിയതല്ല. കാരണം അതിനുവേണ്ടി അല്ലല്ലോ ആ ഒരു ശക്തി ഇരിക്കുന്നത്. ആ ഒരു ശക്തി ഇപ്പോൾ രാഹുൽ എന്നിലേക്കൊരു സംഭവം പറയുമ്പോൾ ഇവിടെ എത്തണം, ഞാനിവിടെ വളരെ സ്ലോലി പറഞ്ഞാൽ അവിടെ എത്തില്ല. അപ്പോൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം. അതുപോലെ യൂണിവേഴ്സ് നമുക്ക് ബ്ലെസ്ഡ് ആയിരിക്കണം. ബ്ലെസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ഡെഡിക്കേഷനാണ് എല്ലാത്തിനും ഒരു സംഭവം എന്ന് പറയുന്നത്. രാഹുൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു കൊച്ചുകുട്ടിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നു, കൊച്ചുകുട്ടി പേടിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? എന്തോ ദുഷ്ടശക്തികൾ വന്നു, അല്ലെങ്കിൽ ആ ദൈവിക ശക്തി കുട്ടിയോടുണ്ട്, ഒരിക്കലും പേടിക്കുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും പാനിക്കാവും. പക്ഷേ അച്ഛനോ അമ്മയോ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദൂരെ നിന്ന് കുട്ടി പോലും അറിയാതെ കിടന്നുറങ്ങുന്ന സമയത്ത് 10 മിനിറ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുട്ടികൾക്ക് ഇടാറുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും, ഞാൻ ആരെയൊക്കെ കാണുന്നു എല്ലാവർക്കും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പല ഗുരുക്കന്മാരുടെ അടുത്തും പോകുമ്പോൾ ഗുരുക്കന്മാർ പറയും നീ പ്രൊട്ടക്റ്റഡ് ആണ്, പൊക്കിയോ എന്ന് പറയും. പക്ഷേ റിയൽ ആയിട്ടുള്ള ഗുരുവാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇട്ട് വിടും. നമ്മൾ എവിടെ പോയാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കവചത്തിനകത്തായിരിക്കും. അപ്പോൾ 100% ഒരു പാരൻസിന് പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും. സ്കൂളിൽ പോകാൻ വേണ്ടി കുട്ടികളെ വിടുന്നു. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് അമ്മമാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ തിരിച്ചു വരണേ എന്നുള്ളതാണ്. പിന്നെ അതുപോലെയാണ് ഇപ്പോൾ വളരെ കോൺഷ്യസ് ആണ് ആൺകുട്ടികൾ പല സംഭവങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ രാവിലെ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ ഇട്ട് വിട്ട് കഴിഞ്ഞാൽ അതുപോലെ തിരിച്ചു പോരും. അത് ഒരാളുടെ ബ്ലെസ്ഡ് ആണ്. അതിന് ആദ്യം വേണ്ടത് നിയോഗം, മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.